റബിന നമസ്കാരം. റബിന നാട് കാണാൻ മുക്കത്തേക്ക് ഞാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ നാടിനെ കുറിച്ചുള്ള വിശേഷങ്ങളിലേക്ക് വരണം. അതെന്താണ് ആ വാട്ടർ ടാങ്ക്? അത് ജലനിധിയാണ്. കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലേക്കുള്ളത്. തടപ്പറമ്പ് കോളനിയിലേക്കുള്ള ശുദ്ധജല വിതരണ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ളതാണ് ആ ടാങ്ക്. ഇത് നിറഞ്ഞു കവിഞ്ഞ് ഈ പ്രദേശത്തുള്ള ഒരു മുഴുവൻ വീടുകളുടെയൊക്കെ അവിടെ വരെ വെള്ളം ഇങ്ങനെ വരും. നമുക്ക് ഇവിടെ നിന്ന് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ആ കാണുന്ന അമ്പലം? അതാണ് അമ്പലം. പുഴയുടെ നടുക്കായിട്ടുള്ള മുക്കം ശിവക്ഷേത്രമാണല്ലേ? അപ്പൊ അത് നമ്മള് വർഷക്കാലത്ത് നിറയെ വെള്ളം വരുമ്പോൾ അത് മുങ്ങിപ്പോവും. അമ്പലം മുങ്ങും. അങ്ങ് മുങ്ങിപ്പോയി കഴിയുമ്പോ പുറത്ത് നിന്നിട്ട് പൂജ ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് അയക്കുക ചെയ്യാം വെള്ളം. ഓ, പുറത്ത് അവിടെ വിഗ്രഹം പൂജിച്ചിട്ട് പൂജ ഇപ്പുറത്ത് വന്നിട്ടാണ് ആളുകൾ കൊടുക്കുക. പൂജ പുറത്തുനിന്നാ പൂജ ചെയ്യുക. അങ്ങനെയാണ്. പിന്നെ വീട്ടിലെ വിശേഷങ്ങൾ പറയും. വീട്ടില് 2 പിള്ളേരുണ്ട്. ഹസ്ബൻഡ് ചെയ്യാൻ ഡ്രൈവറാണ്. വീട്ടിലില്ല, ഉണ്ടെങ്കിൽ കാണാമായിരുന്നു. വളരെ പ്രത്യേകം പറയണം, ഷാജിബ്ര വന്നിരുന്നു കാണാൻ. അങ്ങോട്ടോട് പരസ്പരം കാണാൻ പറ്റി. അതൊരു ഭാഗ്യം. നമ്മൾ എവിടെ പരിചയപ്പെട്ടത്? ഞാൻ കോഴിക്കോട് ഒരു വെബ് സീരീസിന്റെ പ്രോഗ്രാമായിട്ട് വന്നിരുന്നല്ലോ. അപ്പൊ അതിനകത്തേക്ക് സെലക്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ. അന്ന് നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നല്ലോ. അന്ന് നമ്മൾ പരിചയപ്പെട്ടിട്ടില്ല. പരിചയപ്പെട്ടില്ല. രണ്ടാമത്തെ സമം, പിന്നെ സമം മൂവിയുടെ പൂജയ്ക്കാണ് നമ്മൾ വീണ്ടും പരിചയപ്പെട്ടത്. ആ ബന്ധം ഇവിടെ വരുത്തി. ഞാൻ മൈസൂർക്ക് ടൂർ പോവാണ്. അപ്പൊ ഞങ്ങൾ ഇവിടെ അടുത്താണല്ലോ സ്റ്റേ ചെയ്യുന്നത്. അപ്പോഴാണ് റബിനയുടെ പേര് ഓർമ്മ വന്നത്. അപ്പോൾ സുധീഷിനോട് സംസാരിച്ചു. ഇവിടെ അടുത്താണ് വീടും തോന്നുന്നു പറഞ്ഞ് വിളിച്ചു. കിട്ടി. അതുകൊണ്ട് ഈ സ്ഥലങ്ങളൊക്കെ എനിക്ക് കാണാനുള്ള ഭാഗ്യം ഉണ്ടായി.